ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് CPIM ആണെന്ന വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ്. കുത്തേറ്റ ധീരജിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് CPIM വിശദീകരിക്കണമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് പറഞ്ഞു. ചെറുതോണിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിലായിരുന്നു വിവാദ പരാമർശം. ധീരജിനെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണ്ടേ? ഇവിടുത്തെ കോൺഗ്രസ് KSU പ്രവർത്തകരാണോ ഈ കൊലപാതകം ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം സ്നേഹിതന്മാരെ, ഇതിന് പുനരന്വേഷിക്കണമെന്ന് KSUവിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. CPIMനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രചരണം. കൊലപാതകത്തിന്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസ് KSU പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെച്ചുവെന്നായിരുന്നു മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസിന്റെ പ്രസംഗം. കുത്തേറ്റ ധീരജിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് CPIM പറയണം. UDF അധികാരത്തിൽ വന്നാൽ ധീരജ് വധത്തിൽ പുനരന്വേഷണം ഉണ്ടാകും. കോൺഗ്രസുകാർക്ക് നേരെ ഏത് കൊടികുത്തിയവൻ വന്നാലും കയ്യും കാലും തല്ലിയൊടിക്കുമെന്നും ജോയ് തോമസ്. ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഭരിക്കുന്ന ഭരണസമിതികളിൽ, സ്ത്രീകൾ ഭരിക്കുന്ന ഭരണസമിതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നേതാക്കന്മാരല്ല, ഏത് കൊടികുത്തിയവൻ വന്നാലും അവന്റെ കയ്യും തല്ലിയൊടിക്കും. ആർക്കും സംശയം വേണ്ട. അതേസമയം ജോയ് തോമസിന്റെ വിവാദ പ്രസംഗത്തിൽ കോൺഗ്രസ് നേതൃത്വമോ CPIMോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.